ലീഗിനെ കുറിച്ച് ഒരു മുസ്ലിം ലീഗുകാരനായിരുന്ന ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. ബാഫക്കി തങ്ങളുടെ മുസ്ലിം ലീഗിനെ നിങ്ങൾക്കറിയോ? ഖായിദെ മില്ലത്തിന്റെ മുസ്ലിം ലീഗിനെ നിങ്ങൾക്കറിയോ? 1948 മദ്രാസിലെ രാജാജി ഹാളിൽ പിറവി കൊണ്ട ഒരു IUML എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? ഇന്ത്യയിലെ മുസ്ലിങ്ങള്, ദളിതുകള് എക്കാലത്തും ഇവിടുത്തെ സവർണന്റെ മുമ്പിൽ, അധികാരവർഗത്തിന്റെ മുമ്പിൽ വിറക് വെട്ടികളാകരുതേ, വെള്ളം കോരികളാകരുതേ, ഓച്ചാനിച്ച അവകാശങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകരുതെന്ന ദീർഘവീക്ഷണത്തിന്റെ ഒരു തുടക്കം കുറിക്കുന്ന ഖായിദെ മില്ലത്തിന്റെ ബാഫക്കി തങ്ങളുടെ, പൂക്കോയ തങ്ങളുടെ ഒരു മുസ്ലിം ലീഗിനെ കുറിച്ച് പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാരാ, MSF-കാരാ, നീ ചരിത്രം വായിക്കുമ്പോ നിങ്ങൾക്കറിയുമോ? CH-ന്റെ പ്രസംഗങ്ങൾ നിന്നെ ആവേശം കൊള്ളിക്കുമ്പോ ആ മുസ്ലിം ലീഗിന്റെ ആവേശ പ്രസംഗങ്ങളിൽ നിങ്ങൾ കേൾക്കുന്ന ചില വാക്കുകളിലെ അറബിക്കടലിന്റെ നടുക്കൽ മുസല്ലയിട്ട് നമസ്കരിക്കേണ്ടി വന്നാലും ഇന്ത്യയിലെ സംഘപരിവാരത്തിന് നിങ്ങൾ വിധേയപ്പെടരുതേ എന്ന് പറഞ്ഞ CH-ന്റെ പ്രസംഗം കേൾക്കുമ്പോ രാഹുൽ ഈശ്വർ നിങ്ങളുടെ മുഖ്യ അതിഥിയായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മതേതരത്വം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പാപ്പരത്വത്തിലേക്ക് വർത്തമാന മുസ്ലിം ലീഗ് പോകുമ്പോ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുസ്മരണ സമ്മേളനത്തില് ശ്രീധരൻ പിള്ള എന്ന RSS-കാരന് ഒരു കട്ടൻ ചായയും ഒരു മതേതരത്വത്തിന്റെ ഷാളും കൊടുത്തിട്ടില്ല എങ്കിൽ ആ മതേതരനായിരിക്കുന്ന ശിഹാബ് തങ്ങൾ മതേതരത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തില്ല എന്ന നിങ്ങളുടെ രാഷ്ട്രീയ പരാജയമുണ്ടല്ലോ, വിധേയപ്പെടലുണ്ടല്ലോ, സംഘപരിവാരത്തിന് തലകുഴിച്ചു കൊടുക്കുന്ന നിലപാടുണ്ടല്ലോ. മുസ്ലിം ലീഗ് എന്തേ നിങ്ങൾ തിരിച്ചറിയാത്തത്? ഈ കാലഘട്ടത്തില് നിങ്ങൾക്ക് തിരിച്ചറിയണ്ടേ. വർത്തമാന ഇന്ത്യയില് മുസ്ലിം ലീഗിന്റെ തുടക്കകാലം നട്ടെല്ല് നിവർത്തിക്കൊടിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ, പിന്നോക്ക സമുദായത്തിന്റെ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നു കേട്ടോ IUML എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾക്ക്, അത് അസമിലെ മുസ്ലിങ്ങൾക്ക്, അത് കാശ്മീരിലെ മുസ്ലിങ്ങൾക്ക്, അത് യോഗി ആദിത്യനാഥിന്റെയും ഇന്ത്യയിലെ സംഘപരിവാരത്തിന്റെയും ഗുജറാത്തിന്റെ ഉത്തരേന്ത്യയുടെ മുസ്ലിങ്ങൾക്ക് സർവർക്കും പ്രതീക്ഷയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. ഇന്നെവിടെ നിങ്ങളുടെ മുസ്ലിം ലീഗ്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ഇട്ടാവട്ടങ്ങളിൽ മാത്രം തിരിഞ്ഞു കളിക്കുന്ന കേവല രാഷ്ട്രീയത്തിലേക്ക് മുസ്ലിം ലീഗ് ചുരുങ്ങുന്നതിന്റെ രാഷ്ട്രീയ കാരണത്തെ കുറിച്ച് എപ്പോഴെങ്കിലും മുസ്ലിം ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ചില തൽപര കക്ഷികളുടെ രാഷ്ട്രീയ നിലപാട് എന്നതിനപ്പുറമായി മറ്റെന്താണ് മുസ്ലിം ലീഗിന്റെ മുന്നോട്ടേക്ക് വെക്കാനുള്ളത്? PK കുഞ്ഞാലിക്കുട്ടിയുടെ വഹാബടക്കമുള്ള മുതലാളിമാരുടെ രാഷ്ട്രീയത്തിലപ്പുറമായി മറ്റെന്തു രാഷ്ട്രീയം? CH പ്രതിനിധാനം ചെയ്ത ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഞങ്ങൾ ഇതാ മുന്നോട്ടേക്ക് വെക്കുന്നു. ഇന്ത്യയുടെ മുസ്ലിങ്ങള്, ഇന്ത്യയുടെ ദളിതുകള്, ഇന്ത്യയുടെ പിന്നോക്കം നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട, അരികവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമായത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ അഷ്ടദിക്കുകളിൽ ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഞങ്ങളുണ്ട് കേട്ടോ. യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിന്റെ ജില്ലാ പഞ്ചായത്ത് കസാരകളില് SDPIയുടെ പ്രതിനിധികള് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായി ഉണ്ട് കേട്ടോ. ഗുജറാത്തിന്റെ മണ്ണില് ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഉണ്ട് കേട്ടോ. കർണാടകയുടെ മണ്ണില് ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഉണ്ട് കേട്ടോ. അസമിന്റെ മണ്ണില് ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഉണ്ട് കേട്ടോ. ഇന്ത്യയുടെ അഷ്ടദിക്കുകളില്, ഇന്ത്യയിലെ മുക്കുമൂലകളില് പ്രതീക്ഷയില്ലാത്ത മനുഷ്യർക്ക് ഒരു സ്വപ്നമായി ഈ പാർട്ടിയുണ്ട്. വെളിച്ചമില്ലാത്തൊരു ജനതക്ക് വെളിച്ചമായി ഈ പാർട്ടിയുണ്ട്. അവരുടെ കണ്ണീരൊപ്പാനുള്ള കർച്ചീഫുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ തെരുവിലുണ്ട്. ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിർഭയത്വത്തിന്റെ ഒരു രാഷ്ട്രത്തെ ഇവിടെ കെട്ടിപ്പൊക്കാൻ ഇന്ത്യ രാജ്യത്ത് ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ ഇന്ത്യയിലെ ഹിംസയുടെ പ്രതിനിധികളായി കൊണ്ടിരിക്കുന്ന മുഴുവൻ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട്, നട്ടെല്ല് നിവർത്തിക്കൊണ്ട്, ഒരു വ്യക്തി താല്പര്യങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കാതെ ഇന്ത്യയിലെ ജനാധിപത്യ മതേതര സംവിധാനത്തെ കെട്ടിപ്പടുക്കാൻ BR അംബേദ്കർ ഉയർത്തിക്കാണിച്ച ഇന്ത്യയിലെ രാഷ്ട്രപിതാവ് സ്വപ്നം കണ്ട ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ, ഒരു അഖ്ലാഖ് ആവർത്തിക്കാതിരിക്കാൻ, ഒരു ജുനൈദ് ആവർത്തിക്കപ്പെടാതിരിക്കാൻ, ഒരു ഫൈസലും യാസറും ആവർത്തിക്കപ്പെടാതിരിക്കാൻ, ഇന്ത്യ രാജ്യത്തൊരു ലോഹിത് മുഹമ്മദ് ആവർത്തിക്കപ്പെടാതിരിക്കാൻ, ഒരു കൽബുർഗിയൻ ഉണ്ടാവാതിരിക്കാൻ, ഒരു ഡോക്ടർ അനന്തമൂർത്തി ഇനി ഈ നാട്ടിലില്ലാതിരിക്കാൻ, ഒരു ഗൗരി ലങ്കേഷിന്റെ വാർത്തകൾ ഈ നാട്ടിൽ കേൾക്കാതിരിക്കാൻ, ഇന്ത്യയുടെ തെരുവോരത്തൊരു ആസിഫ ബാനുവിന്റെ കഥകളും ഈ രാജ്യത്തിന്റെ ഒരു വാർത്താ മാധ്യമത്തിനും ഒരു വാർത്തയാകാതിരിക്കാൻ, ഇന്ത്യയുടെ പൊതുസമൂഹത്തോട് പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സുഹൃത്തുക്കളെ, ഇടതുപക്ഷ സുഹൃത്തുക്കളെ, മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളെ, ഈ നാട്ടിൽ നന്മ കാംക്ഷിക്കുന്ന പച്ച മനുഷ്യരെ ഞങ്ങൾ ഈ നാട്ടുകാരെ മുഴുവൻ സുസ്വാഗതം ചെയ്യുകയാണ്.